പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ഇന്നത്തെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പുതുതായിട്ടൊരു പലഹാരത്തിൻ്റെ റെസിപ്പി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മുറ്റത്തോട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ചൊറിയൻ പുഴുവിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചൊറിയൻ പുഴുവിനെ നശിപ്പിക്കാനുള്ള നല്ലൊരു സൊല്യൂഷൻ ഞാൻ 2 ദിവസം മുമ്പ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്പ്രേ തളിച്ചതിന് ശേഷം ഈ ഒരു ചൊറിയൻ പുഴുവൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പെട്ടെന്ന് തന്നെ ചത്തു പോകുന്നുണ്ട്. വെറും സെക്കൻഡുകൾ കൊണ്ട് തന്നെ ആ ഒരു പുഴുവൊക്കെ ചത്തു വീഴുന്നത് കാണാൻ പറ്റും. വളരെ പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്പ്രേ ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. മഴക്കാലമായതോട്ടിട്ടാണ് ഈ ഒരു പുഴുവിൻ്റെ ശല്യം തുടങ്ങിയത്. അപ്പോൾ ആദ്യമൊക്കെ ചെറിയ കുറച്ച് പുഴുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കൂടി വീടിനകത്തൊക്കെ കയറാൻ തുടങ്ങി. അപ്പോൾ ഇതിനെ എന്തെങ്കിലും നശിപ്പിക്കാനുള്ള മരുന്ന് അന്വേഷിച്ചിട്ട് ഞാൻ പല വഴിയും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മരുന്നാണ് എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുഴുവിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കതിനെ നശിപ്പിക്കാൻ പറ്റും. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട്, ഇത് ചെടിയിൽ ഡയറക്റ്റായിട്ട് തളിക്കാൻ പറ്റുമോയെന്ന്. ചെടിയിൽ തളിക്കാൻ പറ്റില്ല കേട്ടോ. അത് പുഴുവിനെ താഴെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ചെടി ഉണങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഞാനിത് ഡയറക്റ്റായിട്ട് ചെടിയിൽ സ്പ്രേ ചെയ്യാനുള്ള കാരണം ഈ 2 ചെടികളും ഓൾറെഡി ഉണങ്ങിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് സ്പ്രേ ചെയ്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ പുഴുവിനെ താഴെ ഇട്ടതിന് ശേഷം മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇനി ഉച്ചഭക്ഷണം തയ്യാറാക്കിയെടുക്കാമെന്ന്. ഉച്ചഭക്ഷണം തയ്യാറാക്കിയെടുക്കുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്ന് ഞാൻ മീൻ കറിയും പരിപ്പ് കറി, വെണ്ടക്കയൊക്കെ ചേർത്തിട്ടുള്ള പരിപ്പ് കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതൊക്കെ ഞാൻ വീഡിയോ ഓൾറെഡി നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീൻ കറി ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പരിപ്പ് കറി കൂടി ഒന്ന് വറുത്തൊഴിച്ചിട്ടുണ്ട്. പരിപ്പ് കറി പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കിയെടുത്തത്. അതിനുശേഷം മൺചട്ടിയിൽ ഒന്ന് വറുത്തൊഴിച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് കറിവേപ്പിലയുടെ ആവശ്യം കൂടിയുണ്ട്. പക്ഷേ കറിവേപ്പിലയൊക്കെ പുഴു തിന്നത് കാരണം ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. ഇനി നമുക്ക് വഴുതനങ്ങ വെച്ചിട്ടൊരു റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ചോറിന് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ 2 വഴുതനങ്ങ എടുത്തിട്ട് ഈ ഞാൻ തയ്യാറാക്കിയതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ കറിയൊന്നും ആവശ്യമില്ല. ഈ ഒരു വഴുതനങ്ങ റോസ്റ്റ് മാത്രം മതിയേ. അപ്പം ഞാനിവിടെ 3 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മിനിമം ഒരു 15 മിനിറ്റെങ്കിലും ഇതിൽ ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് കടല വെള്ളത്തിൽ കുതിർത്തി വെക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ ചന മസാലയൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു വെളുത്ത കടലയുണ്ടല്ലോ, അതും അതുപോലെ തന്നെ 1/2 കപ്പ് അളവിൽ നമ്മൾ പുട്ടിനൊക്കെ കറി തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു ചുവന്ന സൈസിലുള്ള കടലയാണ് എടുത്തത്. രണ്ടും കൂടി 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്തി വെക്കുന്നുണ്ട്. നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് വഴുതനങ്ങ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ടൊരു കടായി വെച്ച് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വഴുതനങ്ങ ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്.
മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോവും. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1-2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കണം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു വഴുതനങ്ങ റോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളുടെ ഒരു ആവശ്യവും വരുന്നില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. എൻ്റെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനിത് അധികവും ഉണ്ടാക്കിയെടുക്കാറുണ്ട്. നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഇതുപോലെ ഉണ്ടാക്കും. 2-3 മിനിറ്റിന് ശേഷം ഇതിവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റോസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പച്ച വഴുതനങ്ങ ആയാലും പിന്നെ വയലറ്റ് കളറിലുള്ളതായാലും ഒന്നും പ്രശ്നമില്ല കേട്ടോ. ഇനി ഇതിലൊരു ടേസ്റ്റാണ്. ഫ്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കണേ. അതിനുശേഷം നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോകുന്നേ. ഇപ്പോൾ സമയം 2 മണിയാവാനായിട്ടുണ്ട്. അങ്ങനെ ചോറൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ കിച്ചണിൽ നിന്നും കയറിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ അലമാരയിൽ ഡ്രസ്സൊക്കെ വെക്കുന്ന സമയത്ത് ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചിട്ടാണ് അലമാര സെറ്റ് ചെയ്തെടുക്കാറുള്ളത്. പക്ഷേ ഇതുപോലെ ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് അലമാരയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ഞാനിത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. 5 മീറ്ററാണ് ഇതിൻ്റെ നീളം വരുന്നത്, അതുപോലെ 45 സെൻറ്റിമീറ്ററാണ് വീതി വരുന്നത്. ആ ഒരു ഷീറ്റിന് 5 മീറ്ററുള്ള ഷീറ്റിന് 430 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ഞാൻ ഇതൊരു സ്റ്റീലിൻ്റെ അലമാരയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഇതുപോലെ ന്യൂസ് പേപ്പറാണ് വെക്കുന്നത്. അപ്പോൾ തുണികളൊക്കെ മാറ്റിയതിന് ശേഷം ആ ഒരു പേപ്പർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അളന്ന് നോക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. പെട്ടെന്ന് കട്ട് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. സോഫ്റ്റ് ആയിട്ടുള്ള ഷീറ്റാണ്. അപ്പോൾ 1:10 എൻ്റെ ഈ ഒരു അലമാരയുടെ നീളം വരുന്നത്. അതായത് 1 മീറ്ററും 10 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അതൊക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ അലമാരയിൽ വിരിച്ചിട്ട് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിത് വിരിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള ഷീറ്റാകുമ്പോൾ നമുക്ക് മുഷിയുന്ന സമയത്ത് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. അപ്പോൾ പേപ്പറാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചേഞ്ചാക്കി കൊടുക്കണം, അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വാങ്ങണ്ടെങ്കിൽ ആ ഒരു ലിങ്കിൽ കയറിയാൽ മതി. അങ്ങനെ അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുതിർത്തി വെച്ച കടല ഇവിടെ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ കുഞ്ഞ് ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. സാധാരണയായിട്ട് നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ അരച്ചെടുക്കുന്നത് പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കരുത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കടല വെച്ചിട്ട് ഞാൻ 1-2 തവണ വട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ 3 തവണയാക്കിയിട്ട് ഞാൻ കടല ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ തപ്പി പിടിച്ചിട്ട് 2 തണ്ട് കറിവേപ്പില കൂടി ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലുള്ള വടയൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് കറിവേപ്പില മസ്റ്റായിട്ടും ചേർക്കണം. എന്നാൽ മാത്രമേ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു കടായി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം.
ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഓരോ ഉരുള എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയതിന് ശേഷം ഇതിലോട്ട് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതിൽ നമ്മൾ ചില്ലി പൗഡർ ചേർത്തിട്ടില്ല കേട്ടോ. ഇതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി രണ്ട് വശവും നന്നായിട്ടൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ കടല വട ഇവിടെ തയ്യാറായിട്ടുണ്ട്. മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വട നമുക്ക് ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത് കേട്ടോ. കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനും ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അത് കൂട്ടി കഴിക്കാനും ഒക്കെ ടേസ്റ്റാണേ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് വിളിക്കാനൊക്കെ ആയിട്ടുണ്ട്. അതിനുശേഷമുള്ള വീഡിയോസൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണേ. നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.